ആകയാൽ സ്നേഹം മാത്രം. അച്ഛാ, ഇത്രയും സ്ഥാപനങ്ങളുടെ മേൽനോട്ടങ്ങൾ, അവിടുത്തെ ഏറ്റവും ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടങ്ങളിൽ വരെയും നേരിട്ടുള്ള ഇടപെടലാണ് MGMൻ്റെയും നദാൻ്റെയും ഒക്കെയും വിജയത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ രഹസ്യം എന്ന് പറയുന്നത്. അതിലുപരിയായി അങ്ങ് വിവിധ സാംസ്കാരിക മേഖലകളിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഒക്കെയും വളരെ സജീവമായ സാന്നിധ്യമാണ്, ആത്മീയ മേഖലകളിലും ഒക്കെ. അതിലേറ്റവും അധികം ശ്രദ്ധിച്ച ഒന്ന്, എപ്പോഴും സമൂഹത്തിലേക്ക് തുറന്നു വെക്കുന്ന ഒരു ഹൃദയവും ചേർത്ത് പിടിക്കാൻ നീട്ടിവെച്ചിരിക്കുന്ന 2 കൈകളും ഉണ്ട് എന്നുള്ളതാണ്. ഈ അടുത്ത സമയത്തായി ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന 2 ഉദാഹരണങ്ങളെ ഒന്ന് കൊണ്ടുവരികയാണ്. ഒന്ന് പൊന്മുടി സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന ബിന്ദുവാണ്. രണ്ടാമത് ഇപ്പോൾ കേരളം നോക്കിക്കാണുന്ന അഞ്ജിത എന്ന പെൺകുട്ടിയാണ്. ഈ 2 പേരുടെ ജീവിതങ്ങളിലും സ്നേഹത്തിൻ്റെ തന്നെ അടയാളമായി അച്ചായൻ മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ഇടപെടലിലേക്ക് കടക്കാനായിട്ട് സാധ്യമായത്? പ്രസ്ഥാനങ്ങളിൽ എൻ്റെ നേരിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതിന് വേറൊരു തലമുണ്ട്. ആ തലം എന്ന് പറയുന്നത് എന്നോട് ആലോചിച്ചിട്ട് എൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാവൂ എന്ന് എന്നെ സ്നേഹിക്കുന്ന ആ പ്രസ്ഥാനങ്ങളിലുള്ളവരുടെ മനസ്സിലുള്ളതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചിരിക്കും. അത് എൻ്റെ ഒരു നേരിട്ട ഇടപെടലായി തീരുക ചെയ്തത്. സത്യത്തിൽ ഞാനൊന്നും നിർബന്ധിക്കാറില്ല. അവർ എന്നോട് ചോദിച്ചിട്ട് മാത്രമേ കാര്യം. അവർ ഒരു എൻ്റെ പൊസിഷൻ അങ്ങനെയാണ്, ഞാനും അവരോട്ടുള്ള ബന്ധം അങ്ങനെയാണ്. പിന്നെ എന്നോട് ചോദിക്കാതെ, ഞാൻ ചോദിക്കാറുണ്ട്, എന്നോട് ചോദിക്കാതെ എന്താ വെച്ചാൽ നീ എന്നോട് എന്താ അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കാൻ, എന്താണെന്ന് എനിക്ക് ചോദിക്കാനുള്ള ഫ്രീഡം ഉള്ളതുകൊണ്ട് അവർക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി അവരെന്നോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യൂ. എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ട്, എല്ലാ പ്രസ്ഥാനങ്ങളിലും. പിന്നെ ഇപ്പോൾ 2 പേരുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. സിന്ധു എന്ന് പറഞ്ഞ ബിന്ദു എന്ന് പറഞ്ഞ അവർക്ക് ഈ പോലീസിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടായതിന് ശേഷം അവർക്ക് സാമ്പത്തികമായിട്ട് നിവൃത്തിയില്ല. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനായിട്ട് യൂണിഫോം മേടിക്കാൻ പോലും പൈസയില്ല. അവർ അത് കൊണ്ടുവന്നിട്ട് അവർ വയ്ക്കാനായിട്ടൊരു കബോർഡില്ല എന്നൊക്കെ ഞാൻ പേപ്പറിൽ വായിക്കുകയും മറ്റതും കണ്ടു. അത് കണ്ടപ്പോൾ ഞങ്ങളുടെ മാനേജർ, ഞാൻ സുനിലിനെ വിളിച്ചു പറഞ്ഞു, അവരുടെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് ആദ്യം അവർക്ക് കുഞ്ഞുങ്ങൾക്ക് പിന്നെ അവരുടെ യൂണിഫോം മേടിക്കാനുള്ള പൈസ കൊടുക്കണം. കബോർഡ് വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. കബോർഡ് വാങ്ങിച്ചോണ്ടാണ് പോയി. അവർ വീട്ടിൽ പോകുമ്പോൾ കബോർഡ് വാങ്ങിച്ചോണ്ടാണ് ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, ഇതൊരു ജോലി ഇല്ലാത്തതാണ് എനിക്കുള്ള ഒരു പ്രശ്നം, വരുമാനത്തിന് വേറെ യാതൊരു വഴിയില്ല എന്ന് പറഞ്ഞപ്പം എന്നെ കോണ്ടാക്ട് ചെയ്തു സുനിൽ. ഞാൻ പറഞ്ഞു അവർക്ക് വിളിച്ചുകൊണ്ട് വന്ന തൊട്ടടുത്തുള്ള സ്കൂളായ വിതുരയിൽ അവർക്ക് ഒരു ജോലി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് സുനിൽ അവിടെ വെച്ച് ഓഫർ ചെയ്യുന്നുണ്ട്, പിന്നെ സ്കൂളിലേക്ക് അവർക്ക് ജോലി കൊടുക്കാനായിട്ട് ഞങ്ങൾ MGM തീരുമാനിച്ചു എന്ന്. അതാണ് ആ സബ്ജക്റ്റ്. രണ്ടാമത് ഈ കഴിഞ്ഞ 4 ദിവസത്തിന് മുമ്പ് അഞ്ജിത എന്താ പറയുക കുട്ടിയെ ഈ അതെ ജനൻ ടി വിയിലെ ആൾക്കാർ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതിന് ശേഷം ആ കുട്ടി, ഇൻ്റർവ്യൂ ചെയ്ത കുട്ടി പറഞ്ഞു, ഇങ്ങനെ ഒരു ഇത് ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്കൂ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, അയാൾ 12 പാസ്സാവട്ടെ, നമ്മുടെ ഏത് പ്രസ്ഥാനത്തിൽ, എൻജിനീയറിംഗിൽ, പോളിടെക്നിക്കൽ, ഫാർമസി, ആർട്സ് ആൻഡ് സയൻസ്, ഏത് പ്രസ്ഥാനത്തിൽ വേണമെങ്കിലും 1 രൂപ പോലും പഠിക്കാതെ ആ കുട്ടി വന്ന് പഠിച്ചോട്ടെ, അങ്ങനെ ഒരു അഷുറൻസ് ആകും കൊടുത്തേര്, MGM പഠിപ്പിക്കും ആ കുട്ടിയെ എന്ന് ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞു. അവർ ചാനലിൽ പറയുക ചെയ്തത്. ഒരാവശ്യം നമ്മുടെ മുന്നിൽ വരുമ്പോഴേ അവനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്, അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് തോന്നും അത് ശരിയായില്ലെന്ന്. എന്തുകൊണ്ട് അതിനെ ഞാൻ ഒന്നും ഇത് ചെയ്യാതെ വിട്ടു എന്ന് എനിക്കുള്ള മനസാക്ഷിയിൽ എനിക്കൊരു കുത്തുണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ്
എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അന്നേരം പിന്നെ അതിന്നതുപോലെ അങ്ങ് ചെയ്യൂ, ഇന്നതുപോലെ അങ്ങ് ചെയ്തോ എന്ന് പറയും. പിന്നെ ഇതൊക്കെ പറഞ്ഞാലും ഞാൻ ഈ പൈസയ്ക്ക് അധികം വില കൊടുക്കാറില്ല കേട്ടോ. അത് വില കൊടുക്കാറില്ലെന്ന് പറയുമ്പോൾ മനുഷ്യൻ വിചാരിക്കും വേറെ ഒന്നാ പറയുന്നത്. ഞാൻ എല്ലാവരും അർത്ഥം കാര്യം ഞാൻ അങ്ങനെ അധികം വില കൊടുക്കാറില്ല. കാര്യം രൂപയില്ലാതെ, സമ്പത്തില്ലാതെ, കാശില്ലാതെ എൻ്റെ പല കാര്യങ്ങളും എനിക്ക് നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കൊട്ടാരക്കര സ്കൂള് അന്ന് ഞാൻ 4 മാസം 5 മാസം കൊണ്ട് ഞാൻ ചെയ്തു തീർക്കുമ്പോൾ 1.5 കോടി രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ട് എവിടുന്ന് പൈസ ഒന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഞാനത് ചെയ്തു കഴിയുമ്പോൾ ഇത്രയും രൂപ ചിലവായെന്ന് പറയുമ്പോഴേ ഞാൻ തന്നെ ഓർക്കും ഇതെങ്ങനെ കിട്ടിയെന്ന്. ഒരു പഴയ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പിന്നെ ഈ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പിന്നെ എനിക്കൊരു തള്ളലുണ്ട്, എന്തായാലും നീ കൊടുക്കാത്തേ. എൻ്റെ മനസാക്ഷി എന്നോട് ചോദിക്കുക, നീ എന്താ കൊടുക്കാത്തേ? നിനക്ക് ഞാൻ തന്നതല്ലേ എന്ന് എന്നോട് ചോദിക്കുന്ന ഒരു ദൈവം എനിക്കുള്ളതാണ് ഈ പ്രേരണ. ഞാൻ തന്നതല്ലേ, നീ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് എൻ്റെ മനസാക്ഷിയോട് എനിക്ക് ചോദിക്കുന്നതാണ് ഈ കൊടുക്കാൻ. അല്ലാതെ എൻ്റെ ചിലപ്പം അത് ഭയം കൊണ്ടാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ കടമയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. ഒരു കുഴപ്പമില്ല. എന്തോതിൻ്റെ കുഴപ്പം? നമുക്ക് എണ്ണത്തിൻ്റെ കുഴപ്പമാണ്. നമുക്കൊന്നിനും ഒരു കുറവില്ലല്ലോ. നാൾക്ക് നാൾ നമ്മൾ വളരുകയല്ലേ. നാൾക്ക് നാൾ നമ്മൾ നന്മയിലേക്കല്ലേ നമ്മുടെ പോക്ക്. നമുക്കൊന്നിനും ഒരു കുറവും വേണ്ട. അത് നമുക്ക് വേണ്ടത് തന്നെ. എന്നും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മരണം വരെയും ജോലി ചെയ്യണം. മരണം വരെയും ജോലി ചെയ്യണം. ഒരു ദിവസം പോലും പിന്നെ റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ സുഖിക്കുക, അല്ലെങ്കിൽ ലീഷർ, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. നേരം വെളുത്ത് ശ്വാസമുണ്ടെങ്കിൽ പണി തുടങ്ങിക്കോണം. പിന്നെ എന്തോത്തിൻ്റെ കുറവാണ്, പിന്നെ എന്തിൻ്റെ കുറവാണ്? ഒരു കുറവില്ല. ഇപ്പം ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വയ്യ, എനിക്കിന്ന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വീട്ടിൽ റെസ്റ്റ് എടുക്കുകയും പാതിരിക്കുകയൊക്കെ ചെയ്യുക. എന്നുവെച്ചാൽ എനിക്കറിയത്തില്ല, ഞാൻ പറയുമ്പം ഇത്തിരി അധികപ്പെട്ടായി പോകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ സത്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. ഞാനൊരു ഡോക്ടറെ കാണാൻ പോയിട്ട് ഒരു 20 വർഷമായി കാണും. ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ ഓർമ്മ. ഒരു 20 വർഷമെങ്കിലായി കാണാം ഞാനൊരു ഡോക്ടറെ കാണാൻ പോയിട്ട്. അത് കാര്യം ദൈവം തമ്പുരാൻ എന്നെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. 77-ാമത്തെ വയസ്സിലും എന്നെ ദൈവം തമ്പുരാൻ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില കാരണമുണ്ട്. നീ ഇതൊക്കെ ചെയ്യണം, നീ ഇതൊക്കെ ചെയ്യാനാ, യു വർക്ക് ഫോർ മീ. ദൈവത്തിൻ്റെ കാര്യങ്ങളെ ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കണ്ടേ? അത് എന്നെ ഇച്ചിരി ഏൽപ്പിച്ചെന്നൊക്കെ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചെന്നൊക്കെ എൻ്റെ വിശ്വാസം. അങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇല്ല പണ്ടെന്ന് നമ്മക്കേ, ഞാൻ അഞ്ചിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല, എനിക്ക് എല്ലാ പണിയും ചെയ്യാൻ അറിയാം. ഞാൻ നല്ല ഭംഗിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ, നല്ല ഭംഗിയായിട്ട് കുക്ക് ചെയ്യും. ഞാൻ ഭംഗിയായിട്ട് കുക്ക് ചെയ്യും. പിന്നെ ഞാനൊരു ബാർബർ ഷാപ്പിൽ പോയിട്ടൊരു 40 വർഷമായി കാണാം. പുസ്തകത്തിലുണ്ടോ? ഇപ്പൊ ചുരുക്കത്തിൽ പഴയ കാലത്ത് എൻ്റെ അപ്പൻ പറയാനുണ്ട്, എന്തിനുള്ള പിന്നെ കിടന്നിട്ട് ചൊരയ്ക്കാൻ പോകുന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ചൊരയ്ക്കാനും അറിയാം കേട്ടോ. അപ്പം പറഞ്ഞതനുസരിച്ച് അറിയാം കേട്ടോ. അത് ഞാൻ പഠിച്ചു വച്ചേക്കാം. അപ്പം പിന്നെന്താ, നമ്മളെയും കൊണ്ടെല്ലാം സാധിക്കും. എവറിത്തിങ് യു ക്യാൻ ഡു. അയക്കാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് ചെന്നപ്പോഴേ എനിക്ക് ഇത് കിട്ടിയേനെ, ഏതാ നൈറ്റ് ഫുഡ് കിട്ടിയേനെ. ഇവരെനിക്ക് എന്നെ ഈ പ്രിൻസിപ്പൽ സ്റ്റേജിൽ കയറ്റി എടുത്തു തന്നെ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയാനുണ്ടാകും. ഞാൻ പറഞ്ഞു വന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞിട്ട് ഒറ്റ കാര്യം മാത്രമേ, നിങ്ങളെയും കൊണ്ട് ഇതിനെക്കാട്ടും നല്ലത് മേടിക്കാൻ പറ്റും. യു ക്യാൻ. അപ്പം ഞാൻ ഉറക്കെ പറയാൻ പറഞ്ഞു, ഐ ക്യാൻ.
3 പ്രാവശ്യം പറയാൻ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ. ഐ ക്യാൻ. കൊച്ചു കുഞ്ഞുങ്ങളെടുത്താ ഐ ക്യാൻ. ആ ഒരു കോൺഫിഡൻസ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കേണ്ടത്. ഐ ക്യാൻ. അച്ചായ, ഇത്രയേറെ ദീർഘവീക്ഷണം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഒരുപാട് ക്വാളിറ്റീസിൽ വിജയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ നിരീക്ഷിക്കുന്നത് ഒരു ഒബ്സർവേഷൻ സ്കിൽ, നന്നായി കാര്യങ്ങളെ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിരവധി പ്രസ്ഥാനങ്ങളുടെ ബോർഡ് മെമ്പറായിട്ട്, ചെയർമാനായിട്ട്, അങ്ങനെ വിവിധ മേഖലകളിൽ, അതൊക്കെയും സമൂഹത്തിൽ എന്നല്ല ലോകമാകമാനം തന്നെ അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങളൊക്കെയാണ് അവയൊക്കെ. ഇപ്പോൾ സോൾലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ചെയർമാനായിട്ടും 1 വർഷത്തിലേക്ക് നമ്മൾ അടുക്കുന്നു. സോൾലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ കലാ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. അതിൻ്റെ ആദ്യഘട്ടത്തിൽ, അതായത് അതിൻ്റെ പിറവിയെടുക്കുന്ന സമയത്താണ് ഈ ആശയം നമ്മൾ ഒരുമിച്ച് പങ്കുവെക്കുന്നതും അതിലേക്ക് അങ്ങ് ഒപ്പം നിൽക്കാം എന്ന ഒരു ഉറപ്പ് തരുന്നതും. ശരിക്കും ആ ഒരു ഉറപ്പാണ് സോൾലൈറ്റിൻ്റെ ഇന്ന് വരെയുള്ള ബലം. സോൾലൈറ്റിനൊരു പ്രകാശമായിട്ട് മുമ്പേ നയിക്കുന്ന ഞങ്ങളുടെ അച്ചായൻ എന്താണ്, യാതൊരു മുൻപരിചയവുമില്ലാത്ത, എന്നാൽ വളരെ ഒരുപാട് ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമായിട്ടും എനിക്ക് തോന്നിയില്ല. ആലോചിച്ചിട്ടുണ്ടായിരിക്കാം, ഇത്രയേറെ അനുഭവങ്ങളുള്ള ഒരാൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമല്ല. സോൾലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെ ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരാൻ അങ്ങേ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? സോൾലൈറ്റ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് പറയാനായിട്ട് വന്നത് ഒന്ന് രഞ്ജുവും പിന്നെ അനിൽ ചേർത്തല സാറും കൂടെ വന്നത്. അപ്പം നിങ്ങളെ രണ്ടുപേരും എന്നോട് ഇന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞു ഈ പ്രസ്ഥാനത്തിൻ്റെ എയിം എന്താ എന്ന് ചോദിച്ചു. അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന്, അത് കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും, ആവശ്യക്കാർക്ക് അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കുന്ന, അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്നൊക്കെ മനസ്സിലാക്കി. പിന്നെ നിങ്ങളോട് ഇത്തിരി സംസാരിക്കണം, നിങ്ങൾ ഏതായാലും ഞാൻ ഇതിനകത്ത് നിൽക്കാൻ കൊള്ളാൻ, കുഴപ്പമില്ല, പിന്നെ നിങ്ങൾ എന്നെ ചെയർമാനാണ് നിർബന്ധിച്ച് ഞാനങ്ങ് ഏറ്റപ്പം ഞാൻ വിചാരിച്ചേതായാലും കുഴപ്പം വരത്തില്ല. കാര്യം ഇവരൊക്കെ നല്ല ആൾക്കാരായതുകൊണ്ട് എൻ്റെ പേരവിടെ വെച്ചാലും വലിയ കുഴപ്പമില്ലെന്നൊക്കെ വിചാരിച്ചതേ ഉള്ളൂ. പിന്നെ സഹകരണം എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടി ഏത് കാര്യം വന്നു കഴിഞ്ഞാലും ചെയർമാൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആവശ്യമുണ്ടല്ലോ. അങ്ങനെ ഉള്ള സഹകരണം. പിന്നെ ഞാൻ മനസ്സിലാക്കുമ്പം എനിക്കിതിനകത്തൊന്നും ചെയ്യാനില്ല. അത് ഈ അനിൽ സാറും നിങ്ങളെല്ലാം കൂടെ അങ്ങ് ചെയ്തോളും. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ പേര് വെച്ച് നിന്നാൽ മതി എന്നൊരു മനസ്സിൽ തോന്നിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. വി ആർ ഗ്രോയിങ്. നമ്മളിപ്പം ഭംഗിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു വർഷത്തിനകത്ത് നമ്മൾ 4 ലക്ഷത്തിലധികം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ സാധിച്ചു. ഇനി 1 വർഷത്തിനകത്ത് വെച്ച്. അതെ. മറ്റൊന്ന്, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന സ്കൂളുകളിൽ അതെ നിരവധി പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം ശരിക്കും അച്ചായൻ തരുന്ന ഒരു പിൻബലം തന്നെയാണ് ഇതിന്റെ ഒരു മൂലധനം എന്ന് പറയുന്നത്. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ, നമ്മളൊരു പ്രസ്ഥാനത്തിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പം മനുഷ്യൻ്റെ ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഒരു പ്രസ്ഥാനത്തിന് യാതൊരു നിലനിൽപ്പില്ല. മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാവണം. അത് നമ്മൾ ചെയ്യുന്നുണ്ട് സോളാർട്ടിൽ കൂടെ. അത് നമ്മൾ ചെയ്യുന്നുണ്ട് സോൾ ലൈറ്റിൽ കൂടെ. അപ്പം അത് വലിയ പ്രകാശമായിട്ട് തന്നെ സമൂഹത്തിൽ നിൽക്കണം. അത് സാറേ നിൽക്കും. ഡോണ്ട് വരി, നമ്മൾ നല്ല ശക്തരായിട്ട് നമ്മൾ നിൽക്കും. നമ്മെ മനുഷ്യരെല്ലാവരും അംഗീകരിക്കത്തക്ക രൂപത്തിലുള്ള നമ്മുടെ വളർച്ച സമൂഹം അംഗീകരിക്കും. നമ്മൾ പ്രകാശം പടർത്തും. ഇൻ്റർനാഷണൽ സോൾ ലൈറ്റ് നമ്മൾ ഇൻ്റർനാഷണലാണ്, ലോകമെമ്പാടും നമ്മൾ പകർത്തും. ഓക്കെ.